കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഉത്തരം ഹിമാദ്രി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. ബീഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ആസാം. കേരളത്തിലെ നിത്യഹരിതവനമായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം KM പണിക്കർ. ഉത്തരം KM പണിക്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ചൈനീസ് പ്രധാനമന്ത്രി? ഉത്തരം ചൗവൻ ലായ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഉത്തരം 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ? ഉത്തരം രംഗനാഥ മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിക്കുന്നത്? 24-ാം അനുച്ഛേദം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം 4. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ഉത്തരം 9-ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം ഇടുക്കി. വിമോചന സമരം നടന്ന വർഷം? 1959. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1993. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം? ഉത്തരം 18. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഡെസിബൽ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ A. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം സെറിബെല്ലം. മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം തെങ്ങ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ലൂയി പാസ്ചർ. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് കൊണ്ടുണ്ടാകുന്ന രോഗം? ഉത്തരം തിമിരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്.